ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 16 ഓഫ് ദ വീഡിയോ. അപ്പം നമ്മൾ ഇത്രയും നാളും മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ സ്കീമാറ്റിക് എക്സ്പ്ലനേഷനകത്ത് മാർക്കറ്റ് എങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യുമ്പോഴാണ് എൻട്രി മോഡൽ ഫ്രെയിം ചെയ്ത് വരുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളും കൂടെ നമ്മൾ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് ഒരു റേഞ്ചിങ് എൻവയൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൊമെൻറ്റം ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാതിരിക്കാം. ബിക്കോസ് ഓപ്ഷൻ ബയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് അസറ്റ് ക്ലാസ് ആണെങ്കിലും, ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്കിൻ്റെ ബൈങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും 1000 എണ്ണം HDFC ബാങ്ക് മേടിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ മേടിക്കുമ്പോൾ അതിനകത്തൊരു 4 രൂപ ഒരു 5 രൂപ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിനകത്തൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിനകത്തുനിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി ഇൻ ദ കേസ് ഓഫ് ഓപ്ഷൻ ബൈയിങ്, വി ആർ ഓൾ ഓപ്ഷൻ ബയേഴ്സ്. അപ്പം ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും മാർക്കറ്റ് ഒരു കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം നല്ല രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് പ്രോഫിറ്റബിൾ ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് എങ്ങനെ സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു ദിവസം റേഞ്ചിങ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് എങ്ങനെ അതിൽ നിന്നും എൻട്രി അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം റേഞ്ചിങ് എൻവയൺമെൻറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല മാർക്കറ്റ് ഇനി മുന്നോട്ട് റേഞ്ചിങ് ആണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റ് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും മാർക്കറ്റ് റേഞ്ചിങ് ആണോ അതോ സൈഡ് വൈസ് ആണോ വരുന്നത്. അപ്പോൾ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലോജിക്കൽ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ഹൈ ആൻഡ് ഇറ്റ് ഈസ് പുള്ളിങ് ബാക്ക് ടു ക്രിയേറ്റ് എ ലോ, ദെൻ ഇറ്റ് ഈസ് അഗെയിൻ ഗോയിങ് അപ്പ്, ദെൻ ഇറ്റ് ഈസ് അഗെയിൻ കമ്മിങ് ബാക്ക്, അല്ലേ? ഇറ്റ് ഈസ് അഗെയിൻ കമ്മിങ് ബാക്ക്, ദെൻ ഇറ്റ് ഈസ് അഗെയിൻ ഗോയിങ് അപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, സെക്കൻഡ് വന്നു. അപ്പോൾ ദിസ് ലോജിക്കൽ പ്രോഗ്രഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദെൻ ഇറ്റ് ഹാസ് ടു ക്ലിയർ ഔട്ട് ദ ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ വിത്ത് എ 2 ടൈം പുൾ ബാക്ക്, അല്ലേ? അപ്പം ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുന്നു. സോ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മാർക്കറ്റ് ഇറ്റ് വിൽ ടേക്ക് എ യു ടേൺ ആൻഡ് ഇറ്റ് വിൽ ഗോ ടു ദ അതർ സൈഡ്. ഇതിലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ലോജിക്കൽ പ്രോഗ്രഷനിൽ മാർക്കറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് എൻട്രിയുടെ ഫോർമേഷൻ വരുന്നുള്ളൂ അല്ലെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ തോട്ട് പ്രോസസ്സ് എന്താണ്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബിക്കോസ് ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ യു ആർ ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്, നമ്പർ 1. നമ്പർ 2, യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് മാർക്കറ്റ്. ബിക്കോസ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ മാർക്കറ്റ് ഹാസ് ടു ഷോ അസ് എ മൊമെൻറ്റം, അല്ലേ? ഒന്ന്, ഈ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൻ്റെ പ്രൈസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈസ് ഹാസ് ടു ഗോ അപ്പ്, അല്ലേ? നമുക്ക് പ്രൈസ് നമുക്ക് മുകളിലേക്ക് മൊമെൻറ്റത്തിൽ ഈ ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ട് മൊമെൻറ്റത്തിൽ പ്രൈസ് മുകളിലേക്ക് ഇങ്ങനെ പോകണം. എങ്കിലല്ലേ നമ്മളിവിടെ ബൈ ചെയ്തിരിക്കുന്ന പൊസിഷൻ, ഇവിടെ ബൈ ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ സെല് ചെയ്യുമ്പം നമ്മൾ പ്രോഫിറ്റബിൾ ആകത്തുള്ളൂ. അപ്പം ഓപ്ഷൻസിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ദ മൊമെൻറ്റം. മാർക്കറ്റ് എത്ര സ്പീഡിലാണോ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് അല്ലെ താഴേക്ക് വരുന്നത് അതിനനുസരിച്ചായിരിക്കും കോൾ ഓപ്ഷൻസിൻ്റെയും പുട്ട് ഓപ്ഷൻസിൻ്റെയും പ്രീമിയത്തിലുള്ള അപ്രിസിയേഷൻ ഡിസൈഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. സോ വെൻ ദ മാർക്കറ്റ്, നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൺസെപ്റ്റ് പ്രകാരം വെൻ ദ മാർക്കറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് ആൻഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലോജിക്കൽ പ്രോഗ്രഷനിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ബിക്കോസ് ഇങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഈസ് മേക്കിംഗ് എ ഹൈ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഒരു മൊമെൻറ്റത്തിലെ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, പിന്നെയും പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. അപ്പം മൊത്തത്തിൽ നമ്മളിവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടം തൊട്ട് ഇവിടെ ഇതിപ്പം 0 ആണെന്ന് വിചാരിക്കുക. അപ്പം 0 പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും 20 പോയിൻ്റ് ആയെന്ന് വിചാരിക്കുക. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴെ വന്ന് പുൾ ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 30 ആയെന്ന് വിചാരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 100 ആയെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ പ്രൈസ് അഗെയിൻ താഴേക്ക് വരുവാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം വീണ്ടും 10 ആയെന്ന് വിചാരിക്കുക. അപ്പം ഇവിടുന്ന് 0 നമ്മുടെ 0യിൽ നിന്ന് 20 വന്നു, അതിനുശേഷം ഇറ്റ് ഈസ് പുള്ളിങ് ബാക്ക് 30 വന്നു. ബട്ട് ഓവറോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്? പ്രൈസ് ഈസ് മൂവിങ്. ഡസ് ദ പ്രൈസ് ഹാസ് എ മൊമെൻറ്റം ഓർ നോട്ട്, അല്ലേ? പ്രൈസിനൊരു മൊമെൻറ്റം അവിടെ ഉണ്ടോ ഇല്ലയോ? സോ ദ ലോജിക്കൽ പ്രോഗ്രഷൻ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്കീമാറ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൈസ് മൂവ്മെൻറ്റ്.
മനസ്സിലായോ? അപ്പം ഈ പ്രൈസ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൈസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ പ്രൈസ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ എൻട്രി ഫോർമേഷനകത്ത് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ലോജിക്കൽ പ്രോഗ്രഷനിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ യു വിൽ നോട്ട് ബി പാർട്ടിസിപ്പേറ്റിംഗ് ഫോർ ദ എൻട്രി. അപ്പം ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം എന്താണ് ഇവിടെ ഇങ്ങനത്തെ പാർട്ടിസിപ്പേഷൻ, മാർക്കറ്റിനകത്ത് ഇങ്ങനത്തെ ബിഹേവിയർ വരുമ്പോൾ മാർക്കറ്റ് ഏതൊർ സൈഡിലേക്ക് പോകുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് നരേറ്റീവ് എന്താണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നരേറ്റീവ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ സ്കിമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 1 to പാർട്ട് 14 അല്ലെ പാർട്ട് 15 നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടുത്തെ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു നരേറ്റീവ് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ലിക്വിഡിറ്റി ക്ലിയറിംഗ് ഓഫ് കഴിഞ്ഞതിന് ശേഷം എന്ത് നരേറ്റീവാണ് ഇവിടെ പ്ലേ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേനും യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ പ്ലേസ് ഫോർ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്ലേസ് ഫോർ എൻട്രി എന്ന് പറയുമ്പോഴത്തേനും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. 100-ൽ നിന്നും 10-ലേക്ക് മാർക്കറ്റ് കുറഞ്ഞു വരുന്നു, അല്ലെ 10-ൽ നിന്നും 100-ലേക്ക് മാർക്കറ്റ് കൂടി പോകുന്നു. സോ ഇത് 0 ലെവലാണെന്ന് വിചാരിക്കുക. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് 250 ഓക്കെ. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓപ്ഷൻസിനകത്താണെങ്കിലും ഈവൻ എനി അസറ്റ് ക്ലാസ്സിനകത്താണെങ്കിലും ഈവൻ CFD ചെയ്യുന്നതിനകത്താണെങ്കിലും ഗോൾഡ് നമ്മളുടെ ഫോറക്സ് ട്രേഡിങ്ങിനാണെങ്കിലും നമ്മളുടെ സിന്തറ്റിക് ഇൻഡെക്സിലുള്ള ട്രേഡിംഗ് ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ, സെക്ടറൽ ഇൻഡെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി എവിടെയാണെങ്കിലും അവിടുത്തെ ഈ ലോജിക്കൽ പ്രോഗ്രഷനകത്ത് നമ്മൾക്ക് എൻട്രി ഫോർമേഷൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ബേസിക് റീസൺ ഇതാണ്. അപ്പം ഈ ഒരു സ്കിമാറ്റിക്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യാത്തോടത്തോളം കാലം അല്ലെങ്കിൽ മൂവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് അവിടെ ഇവിടെയെല്ലാം എൻട്രി എടുക്കുമ്പോൾ സപ്പോസ് മാർക്കറ്റ് ഇവിടെ വേറൊരു സ്കിമാറ്റിക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നമ്മൾ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുകയാണ്. സോ ഇവിടെ ഒരു സ്മോൾ മൂവ്മെൻറ്റിൽ മാർക്കറ്റ് ഇങ്ങനെ എൻട്രി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് യു സീ ദാറ്റ് ഇവിടെ വന്നുകൊണ്ട് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ കാണുവാണ്. ഈവൻ ദെൻ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മുകളിലേക്കുള്ള ഈ ഒരു ഇതിൽ തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ ഒരു ചാനൽ പാറ്റേൺ വരച്ച് നോക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നമ്മൾ വെച്ച് നോക്കുന്നത് വിച്ച് ലോ, ഇപ്പം ഇവിടെ ഈ ലോ ഈസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഈ ലോയാണ് ഈ ഹൈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് അതിന് ശേഷം വന്നാക്കുന്ന ഹൈ. അപ്പോൾ അതും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു ബുള്ളിഷ് സൈനിൽ നമുക്കിവിടെ മാർക്കറ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇവിടെ ഒരു ബോക്സ് വരച്ച് നോക്കുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും ഇതൊരു ബുള്ളിഷ്, ഈ ബോക്സിനകത്തിന് ഉള്ള സ്വീപ്പ് നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈവൻ ദെൻ ഇറ്റ് ക്യാൻ കം ഡൗൺ ടു സ്വീപ്പ് ഓൾ ദ ലിക്വിഡിറ്റി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇത് ഓവറോൾ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ സെനാരിയോ നമ്പർ 1 ആണെന്ന് കൂട്ടുക. അപ്പം ഇത് സെനാരിയോ നമ്പർ 1 ആണെന്ന് കൂട്ടുക, ഇത് സെനാരിയോ നമ്പർ 2 ആണെന്ന് കൂട്ടുക. അപ്പം ഈ രണ്ട് സെനാരിയോയിലും നമ്മൾക്ക് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇവിടെ എന്ന് പറയുന്നത് ഇത് 0 ആണെന്ന് വിചാരിക്കുക, ഇത് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് വരുമ്പോഴത്തേനും ഒരു 12 വരുമായിരിക്കും, ഇവിടെ ഒരു 12 വരും. അപ്പോൾ ഇത് വീണ്ടും ഒരു 4 ആണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു 15 ആണെന്ന് വിചാരിക്കുക. സോ ഓവറോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്കിമാറ്റിക്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? വെരി ക്ലോസ് ആൻഡ് ഷോർട്ട് റേഞ്ച് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഈ ക്ലോസ് ആൻഡ് ഷോർട്ട് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അവിടെ ഒരു ബോക്സ് വരച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇറ്റ്സ് എ സൈഡ് വൈസ് മൊമെൻറ്റം ഓർ ഇറ്റ്സ് എ റേഞ്ചിങ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പം മാർക്കറ്റ് ഒരു കൺസിസ്റ്റൻറ്റ് അപ്പ് ട്രെൻഡ് ഓർ ഡൗൺ ട്രെൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഡൗൺ ട്രെൻഡ് പോയാലും അപ്പ് ട്രെൻഡ് പോയി കഴിഞ്ഞാലും നമുക്ക് വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പോൾ നമ്മളുടെ സ്കിമാറ്റിക് പ്രകാരം നമ്മളുടെ എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത് വൺസ് മാർക്കറ്റ് നല്ല രീതിയിൽ റേഞ്ചിങ് അല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ഒരു 100 പോയിൻറ്റ് 150 പോയിൻറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എൻട്രി സെനാരിയോ ഫോം ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ നമ്മൾ കയറുമായിരിക്കും ഇറങ്ങുമായിരിക്കും എന്നോർത്ത് നമ്മൾ എൻട്രി ചെയ്തിട്ട് നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. സോ എപ്പോഴും നമുക്ക് ഈ ഒരു ലോജിക്കൽ പ്രോഗ്രഷൻ വർക്കൗട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വർക്ക് ചെയ്യത്തില്ല. സോ യു നീഡ് ടു വെയിറ്റ് ഫോർ ദ എൻട്രി. സോ ചില സമയങ്ങളിൽ പുൾ ബാക്കിന് വേണ്ടിയിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ലോജിക്കൽ പ്രോഗ്രഷൻ എന്നാണെന്നുള്ളത് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റിൻ്റെ ഓവറോൾ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ എൻട്രി സെനാരിയോ ഫോം ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോഴത്തേനും ഇതെന്ന് പറയുന്നത് എന്നത്തെയാണ് 27 ഓഗസ്റ്റ് ആണ് ഈ ഒരു ഡേറ്റ തുടങ്ങുന്നത്. 27 ഓഗസ്റ്റ് ഇവിടെ തൊട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഈ ഒരു റെഡ് ക്യാൻഡിലിന് പുറകിലോട്ടുള്ള ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 26 ഓഗസ്റ്റിൻ്റെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഈ ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ് പ്രൈസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ,
പുള്ളിങ് ബാക്ക്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇവിടെ എന്ത് സെനാരിയോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഇവിടെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. കുറേ കൺസിസ്റ്റൻറ്റ് പീരീഡ് ഓഫ് ടൈം മാർക്കറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം അപ്പോൾ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ ദ നേച്ചർ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഹാസ് ടു ബി ക്ലിയർഡ് ഔട്ട് ഓൺ ബോത്ത് സൈഡ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ പ്രൈസ് താഴെ വരും, പ്രൈസ് മുകളിൽ പോകും. ഇതിനും താഴെ വരും, മുകളിലും വരും. അത് എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും പ്രൈസ് ട്രേഡ് ചെയ്തിരിക്കും. അതിപ്പോൾ ഏത് റേഞ്ചിങ് എൻവയൺമെൻറ്റിൻ്റെ സെനാരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും. അപ്പം മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ആക്ച്വലി എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും വാട്ട് ഈസ് ഹാപ്പനിങ്? ഫൈനലി മാർക്കറ്റ് വിൽ ട്രിഗർ ദ ലിക്വിഡിറ്റി, ഇറ്റ് വിൽ കം ബാക്ക്, ഇറ്റ് ക്യാൻ ഡു വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പം ഒറിജിനൽ ഡയറക്ഷൻ എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് പുൾ ബാക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് തിരിച്ചു കയറി പോകും. സോ ഈ ആക്ടിവിറ്റിയാണ് ഇവിടെ ഈ നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്ഷൻ ബയേഴ്സ് ഓർ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് വാട്ട് ഹാപ്പൻസ്, ഇതിനകത്ത് പ്രൈസ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 240 പോയിൻറ്റോളം താഴെ വന്നു. സോ 240 പോയിൻറ്റ്സ് താഴെ വരുമ്പോൾ നമ്മൾ 240 പോയിൻറ്റ്സ് താഴെ വന്നു എന്നതുകൊണ്ടല്ല നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നത്. ബിക്കോസ് ഇവിടെ നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ എ ലോജിക്കൽ പ്രോഗ്രഷൻ, ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ എ പുൾ ബാക്ക് സെനാരിയോ, ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ വോളിയം സെനാരിയോ. അപ്പോൾ പല സെനാരിയോസ് നമുക്കിവിടെ നമ്മളുടെ ചാനലിൽ 180ഓളം വീഡിയോസ് ആയി ഇപ്പോൾ തന്നെ. അതിൽ നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്ത് പല കോൺഫ്ലുവൻസസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അപ്പം ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് മാർക്കറ്റ് എത്ര ഒരു കൺസിസ്റ്റൻറ്റ് റാലി അല്ലെങ്കിൽ ചെറിയൊരു റാലി ഒരു 150 പോയിൻ്റേലും മാർക്കറ്റ് മൂവ്മെൻറ്റ് തെരുതെര വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നോക്കി, ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ 127 പോയിൻറ്റ്, 139 പോയിൻറ്റ്, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, പ്രൈസ് ഈസ് പുള്ളിംഗ് ബാക്ക്, എഗെയിൻ പ്രൈസ് ഈസ് ഗോയിങ് അപ്പ് 150 പോയിൻറ്റ്, പിന്നെയും പ്രൈസ് ഈസ് 150 പോയിൻറ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ ഡേ ദാറ്റ് ഐ ക്യാൻ ട്രേഡ്. മനസ്സിലായോ? ബിക്കോസ് ഇവിടെ പ്രൈസ് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ദിസ് ഈസ് എ ഡേ ദാറ്റ് വി ക്യാൻ ട്രേഡ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നോക്കിയിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ 26ൻ്റെ ഡേറ്റയാണിത്. ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ എന്ത് സംഭവിച്ചു? പ്രൈസ് ഇവിടെ നിന്ന് ഒരു കൺസിസ്റ്റൻറ്റ് ജേർണി നടത്തി 232 പോയിൻറ്റോളം മുകളിലേക്ക് പോയി. അതിനുശേഷം പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ടു എ ലെവൽ, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് മുകളിലേക്ക് വരുന്നു. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ ഒരു 228 പോയിൻറ്റ് പ്രൈസിൻ്റെ ഇത് വന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രൈസ് ഒരു 150 പോയിൻറ്റേലും അപ്പ് ആൻഡ് ഡൗൺ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലോജിക്കൽ പ്രോഗ്രഷൻ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കാണണം, എങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. സോ ഇവിടെ നിന്ന് എത്ര പോയിൻറ്റ് ഇവിടം വരെ വരുന്നുണ്ട്? 90 പോയിൻറ്റ് മാക്സിമം വരുന്നുണ്ട്. അപ്പോൾ ഒരു 100-150 പോയിൻറ്റേലും മിനിമം ബാങ്ക് നിഫ്റ്റിക്കകത്ത് പ്രൈസിൻ്റെ വോളറ്റാലിറ്റി ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി സെനാരിയോസ് ഫോം ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ലോജിക്കൽ പ്രോഗ്രഷനിൽ പ്രൈസ് മുന്നോട്ടും താഴോട്ടും പോകുമ്പോൾ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വരുമ്പോഴത്തേനും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇറ്റ് ഷുഡ് ബി പുൾ ബാക്ക് മിറ്റിഗേഷനോ എന്തെങ്കിലും ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കൺസിസ്റ്റൻറ്റ് ജേണിയിൽ താഴേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അത് ഫീസിബിൾ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്കത് നമ്മളുടെ പൊസിഷൻ ലിക്വിഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രൈസിന് മൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എവറി ടൈം വെൻ യു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ പേഷ്യൻസോട് കൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതി വിട്ടിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത് എല്ലാവരും ചെയ്യുന്ന കാര്യം, കോമൺലി എല്ലാവരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ ട്രൈങ് ടു പ്രെഡിക്റ്റ് ദ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ മാർക്കറ്റ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആൻഡ് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. എല്ലാ മൂവ്മെൻറ്റും ഇവിടെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹിമാലയൻ ടാസ്ക് ആൻഡ് യു കനോട്ട് ഡു ദാറ്റ്. നോബഡി ക്യാൻ ഡു. പ്രൈസ് ഇവിടെ വരുന്നു, ഇവിടെ താഴെ വരുന്നു, അടുത്ത മൂവ്മെൻറ്റിന് നമ്മൾ പിടിക്കാൻ പോകുന്നു, അടുത്ത താഴെ വരുന്നു, പിന്നെ അടുത്ത മൂവ്മെൻറ്റിന് ബൈ ചെയ്യാൻ പോകുന്നു, അടുത്ത വരുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല എന്നല്ല, നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ ദാറ്റ് ഈസ് നോട്ട് എ ട്രേഡിങ്, ഇറ്റ്സ് ഗാംബ്ലിങ്. സോ നമ്മളൊരു പ്രൊഫഷണൽ ഗാംബ്ലർ ആകണം എങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകണമെങ്കിൽ യു നീഡ് ടു പെർഫെക്റ്റ് ഓൺലി എ പർട്ടിക്കുലർ സിസ്റ്റം അല്ലേ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമുക്ക് ഇവിടുത്തെ ആ പർട്ടിക്കുലർ ലോജിക്കൽ പ്രോഗ്രഷൻ വരുന്നുണ്ടോ,
അല്ലെങ്കിൽ വോളിയം ബേസ്ഡ് നമുക്ക് ഒരു പുൾ ബാക്ക് ഇവിടെ നോക്കി, ഇവിടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എനിവേ ഇറ്റ് വിൽ ബി ക്ലിയറിങ് ഔട്ട് അല്ലേ. ക്ലിയറിങ് ഔട്ട് ആണെങ്കിൽ കൺസിസ്റ്റൻറ്റ് ജേണി താഴേക്ക് വരുമ്പോഴത്തേനും ഓക്കെ യു ആർ നോട്ട് ഗെറ്റിംഗ് എനി എൻട്രി ഹിയർ. ഇവിടം വരെ വന്നു, 275 പോയിൻറ്റ് വരെ താഴോട്ട് വന്നു. താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം എന്താണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഓൾറെഡി ഇവിടെ പ്രൈസ് ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പം യു ക്യാൻ സീ ദിസ് ലിറ്റിൽ ക്യാൻഡിൽ. ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിൽ ഫോർമേഷൻ അല്ലേ ഈ ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ. അത് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എങ്കിൽ പോലും അത് ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് താഴെ വന്നിട്ട് ഒരു മുകളിലേക്കാണ് പോകുന്നത്. എങ്കിൽ പോലും ഒരു പുൾ ബാക്ക് ഏരിയയാണിത് അല്ലേ. അപ്പം ഈ ഒരു ഏരിയയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മളുടെ സ്കീമാറ്റിക് സ്ട്രക്ചർ പ്രകാരം വാട്ട് ഈസ് ഹാപ്പനിങ്, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ അല്ലേ. ദെൻ ഇറ്റ് മെയ്ഡ് എ ഹൈ, ദെൻ ഇറ്റ് ക്രിയേറ്റഡ് എ ലോ, ദെൻ ദിസ് ഹൈ ഈസ് ബീങ് ടേക്കൺ. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി അല്ലേ, ദിസ് ഹൈ ഈസ് ബീങ് ടേക്കൺ, പ്രൈസ് വെൻഡ് അപ്പ്. അപ്പോൾ സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടന്നു, പ്രൈസ് ഈസ് ഗോയിങ് അപ്പ് ഇവിടം വരെ വന്നു. ദെൻ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്. ആക്ച്വലി പുള്ളിങ് ബാക്ക് ഇറ്റ് ഹാസ് ടു കം ബാക്ക്. ഇവിടെ ഈ ലോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ലോ എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഈ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വരണം. സോ ഇറ്റ് ഈസ് ഗോയിങ് എഗെയിൻ, ദെൻ ഇറ്റ് ഈസ് പുള്ളിങ് ബാക്ക് വൺ ടൈം, ദെൻ ഇറ്റ് ഈസ് ഇറ്റ് ക്രിയേറ്റഡ് എ റേഞ്ചിങ് എൻവയൺമെൻറ്റ്, ദെൻ ലിക്വിഡിറ്റി ഈസ് പൈലിംഗ് അപ്പ് 1 2 3, ഈക്വൽ ലോ ഈസ് ക്രിയേറ്റഡ്. ആസ് പെർ അവർ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, when equal lows are created or equal highs are created, both will be run out. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചും താഴെ വെച്ചും പ്രൈസ് ട്രേഡ് ചെയ്ത് മുകളിലോട്ടും താഴോട്ടും പോകും. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രൈസ് ഈസ് ടേക്കിംഗ് ഇറ്റ് ഔട്ട് ഓർ നോട്ട്, then price is pulling back. So price is pulling back one time, so this is not qualified, it has not come to mitigate this point അല്ലേ. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ എക്സ്പെക്റ്റ് ഏകദേശം നമുക്ക് ചെയ്യാമല്ലോ. സോ ഇവിടെ 3 ടൈപ്പ് ഓഫ് സ്വിങ് സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നാച്ചുറലി ദർ വിൽ ബി ലോട്ട് ഓഫ് ഓർഡേഴ്സ് ഹിയർ. പ്രൈസ് ഒറ്റ ഷിഫ്റ്റിന് താഴെ വന്നു കഴിഞ്ഞപ്പം മാസസ് ആർ ക്ലിയർഡ് ഔട്ട്. ആൻഡ് വാട്ട് ആർ യു സീയിങ് ഹിയർ, ഇവിടെ നമ്മൾ കാണുന്നത് പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ഇൻ. പ്രൈസ് നമ്മളുടെ ഈ ഒരു മിറ്റിഗേഷണൽ പോയിന്റിലേക്കും പ്രൈസ് ഇവിടെ വരുന്നു. ദെൻ പ്രൈസ് ഷോസ് എ മൊമെൻറ്റം, ദെൻ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഇതാണ് നമ്മളുടെ ഒറിജിനൽ പൊസിഷൻ, മനസ്സിലായി. അല്ലെങ്കിൽ ഈ ഒരു ലിറ്റിൽ ഹൈ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അതേ ലെവലിലല്ലേ ഇത് നിൽക്കുന്നത്. അതിനുശേഷം പ്രൈസ് ഈസ് ടേക്കിംഗ് എ യു ടേൺ, ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. ലോജിക്കൽ പ്രോഗ്രഷൻ നമുക്ക് നടന്നു അവിടെ. സോ ദിസ് ലോജിക്കൽ പ്രോഗ്രഷൻ ഈസ് ആക്ച്വലി പ്ലേഡ് ഔട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ എന്തുകൊണ്ടാണ് ആ ലോജിക്കൽ പ്രോഗ്രഷൻ പ്ലേ ഔട്ട് ചെയ്യണം എന്ന് ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇന്നത്തെ ദിവസം 27 ഓഗസ്റ്റിന് ഇത് സംഭവിച്ചു, ദാറ്റ്സ് ഓക്കെ. സോ ഈവൻ ഓൺ എ മൈനർ ടൈം ഫ്രെയിം എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ലേക്ക് അതിൻ്റെ കറക്റ്റ് അല്ല, ഇറ്റ് ഹാസ് ടു കം ഡൗൺ. ഇവിടെ ഒരു 20 ഇച്ചിരി കൂടെ ആയാലും താഴേക്ക് മാർക്കറ്റ് വരണമായിരുന്നു. ഈവൻ തന്നെ നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്കിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. സോ മാർക്കറ്റ് ഇവിടുത്തെ ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ നെറേറ്റീവ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെഡ് അപ്സൈഡ് അല്ലേ. നൗ ഷിഫ്റ്റ് ബാക്ക് ടു ദ ലൈൻ ചാർട്ട്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ലൈൻ ചാർട്ടിൽ നോക്കുമ്പോഴത്തേനും ഇത് ഈ ഡോട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ എന്താണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. സോ ഈ ലൈൻ ചാർട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു, ഇവിടെ ഇറ്റ് ക്രിയേറ്റഡ് എ ലോ, കറക്റ്റ്. ഇറ്റ് ക്രിയേറ്റഡ് ഒരു സ്വിങ് സ്ട്രക്ചർ ലോ ക്രിയേറ്റ് ചെയ്ത്, ഇവിടെ ഒരു സ്വിങ് സ്ട്രക്ചർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഇവഞ്ച്വലി പ്രൈസ് മുകളിലേക്ക് പോയി, ഇറ്റ് ഈസ് പുള്ളിങ് ബാക്ക് അല്ലേ. അപ്പോൾ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വരെയും പ്രൈസ് വന്നു, മിറ്റിഗേഷൻ അവിടെ വരെയും പ്രൈസ് വന്നു. ഈവൻ ദെൻ നമ്മൾ ഇതിൽ ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ, ഇത് ആ ബോഡി ക്ലോഷർ വെച്ചിട്ടാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈവൻ ദെൻ ഇറ്റ് ഹാസ് മിറ്റിഗേറ്റഡ്. അപ്പം ഈ ലൈൻ ചാർട്ട് വരയ്ക്കുമ്പോൾ നമുക്കത് കിട്ടത്തില്ല. അപ്പം അതാണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ലൈൻ ചാർട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ വിക്സ് കാണിക്കത്തില്ല അതിനകത്ത്, അത് ലൈൻ ചാർട്ടിൽ ഓൺലി ദ ബോഡി പോർഷൻസ് മാത്രമേ ലൈൻ ചാർട്ടിൽ കറക്റ്റായിട്ട് കാണിക്കുകയുള്ളൂ. അപ്പം ഇവിടുത്തെ നരേറ്റീവിൽ നമുക്കറിയാൻ പറ്റും. സോ ഇങ്ങനത്തെ ഏരിയയിലേക്ക് പ്രൈസ് മിറ്റിഗേഷൻ ഓർ പ്രൈസ് മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം യു നോ ദാറ്റ് യു ക്യാൻ എൻ്റർ സംവെയർ. ടിൽ ദെൻ നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എൻട്രി ഇല്ല. അല്ലാത്ത സമയങ്ങളിൽ മാർക്കറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ നോക്കി ഈ ഒരു ഹോൾ ഡേയിൽ നമ്മൾ പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി, ഹോൾ ഡേ ഇത് പൊസിഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കിടന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് അതാണ് ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റണം പെട്ടെന്ന്.
അല്ലെങ്കിൽ നമ്മൾ ഈ ലോജിക്കൽ പ്രോഗ്രഷനകത്ത് കറക്റ്റായിട്ടുള്ള ഈ ലോജിക്കൽ പാറ്റേൺ ഈവൻ തന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഇവിടെ നമ്മളൊരു എൻട്രി എടുക്കുകയാണെന്ന് വിചാരിക്കുക. എൻട്രി എടുക്കുകയാണെന്ന് ഇപ്പം മാർക്കറ്റ് ഒരു കൺസിസ്റ്റൻറ്റ് റാലി നടത്തി, ഇങ്ങനെ നടത്തി, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുന്നു. ഇവിടെ പ്രൈസ് താഴേക്ക് വരുന്നു. ഓക്കെ, അപ്പം ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റായി അല്ലേ? ഈ ഒരു ലോ ഈസ് ടേക്കൺ, ദെൻ പ്രൈസ് മുകളിലേക്ക് വരുന്നു. വീണ്ടും പ്രൈസ് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പം ബോത്ത് സൈഡ് ലിക്വിഡിറ്റി ഇറ്റ് വിൽ ബി ടേക്കൺ. അപ്പോൾ ഇവിടെ പ്രൈസ് മുകളിലേക്ക് ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും പ്രൈസ് ഇവിടെ താഴോട്ട് വരുന്നു. വീണ്ടും പ്രൈസ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എഞ്ചിനേഡ് ലിക്വിഡിറ്റി സംഹവ് ഇതൊരു എന്നാ പറയുന്നത്, ഇവിടുത്തെ നമ്മുടെ ഈ താഴെ വോളിയത്തിൻ്റെ ബാർ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമുക്ക്, അതായത് ക്വാണ്ടിറ്റി അഡീഷൻ ഇവിടെ വരുന്നില്ലെന്ന് വിചാരിക്കുക. സ്ലോലി ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയം പതുക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം അവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ വോളിയം ക്യാൻഡിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുമില്ലെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിക്കകത്ത് വാട്ട് ഈസ് ഹാപ്പനിങ്, ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയം വിൽ ബി എന്നാ പറയുന്നത്, ഓരോ അഡീഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ വോളിയം ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് റേഞ്ചിങ് എൻവയോൺമെൻറ്റ് പോയി കഴിയുമ്പോഴത്തേന് അവിടെ പതുക്കെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി കൂടുതൽ കുറവ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകണം മാക്സിമം ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1-2 ക്യാൻഡിൽസ് ഇതിന് മുകളിലോട്ട് പോകും, 1-2 ക്യാൻഡിൽസ് ഇതിൻ്റെ താഴോട്ട് വരും. മനസ്സിലായി? അപ്പം ഇവിടുത്തെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു പാറ്റേൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ ഈ ലോജിക്കൽ പ്രോഗ്രഷൻ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ബിക്കോസ് പ്രൈസ് ഹാസ് ടു ഇവഞ്ച്വലി മൂവ് എന്ന് പറയുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് വന്നെന്ന് വിചാരിക്കുക, ഇവിടം വരെ വന്നു, ഒരു ഈ സ്ട്രക്ചറെല്ലാം ബ്രേക്ക് ചെയ്ത് താഴെ വന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നു, വീണ്ടും പ്രൈസ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പ്രൈസ് താഴോട്ട് വരുന്നു. ദെൻ ഇവഞ്ച്വലി വാട്ട് ഹാപ്പൻസ്, ഇവിടെ നോക്കുമ്പോഴത്തേന് ഇവിടെ എല്ലാം ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഇവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ പ്രൈസ് താഴേക്ക് വരേണ്ട പ്രൈസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ലാർജ് ഫണ്ട്സിനെ സംബന്ധിച്ച് ഇവിടെ വെച്ച് പ്രൈസ് സെല്ല് ചെയ്യുവാണെങ്കിൽ മൈ എയിം ഈസ് ടു റീച്ച് ഹിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വീണ്ടും ഈ ഒരു ഇത്രയും പോർഷൻ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഞാനിവിടെ സെല്ലിങ് ഇവിടെ വെച്ച് നടത്തുകയാണെങ്കിൽ എൻ്റെ ഈ ആക്ടിവിറ്റി കാരണം മാത്രം ഞാൻ പറയുന്നത്, ഞാൻ ഒരു ലാർജ് ഫണ്ടിൻ്റെ ഒരു അസറ്റ് മാനേജറാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു അസറ്റ് മാനേജർ അല്ലെങ്കിൽ ഫണ്ട് മാനേജർ ഇവിടെ നിന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൈസ്, ബിക്കോസ് ഓഫ് മൈ സെല്ലിങ് ദ പ്രൈസ് ഇവഞ്ച്വലി ഇറ്റ് വിൽ ഗോ ഡൗൺ. അപ്പോൾ എനിക്ക് ബെറ്റർ പ്രൈസ് കിട്ടുമോ? ഇല്ല. സോ എനിക്ക് ബെറ്റർ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് ഷുഡ് ഐ ഡു? ഐ ഹാവ് ടു ബ്രിങ് ദ പ്രൈസ് അപ്പ്, ദെൻ ഐ വിൽ പുൾ ഇറ്റ് ബാക്ക്, മുകളിലേക്ക് കയറി വരും. സോ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദർ വിൽ ബി ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്ത് നിൽക്കുമ്പോൾ, ഇതിൻ്റെ മുകളിൽ പ്രൈസ് ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ഓൾ ദ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഗോട്ട് ട്രിഗേർഡ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ്. ഇതെന്താ പറയുക, ഇവിടെ സെല്ല് ചെയ്തിട്ട് പ്രൈസ് താഴോട്ട് വരുമെന്ന് ഓർത്തിട്ട് നമ്മളിവിടെ നോക്കിയിരിക്കുകയാണ് റീറ്റെയിലേഴ്സ്. സോ ഇവിടെ സെല്ല് ചെയ്തവരെ സംബന്ധിച്ച് ദേ വിൽ ബി കീപ്പിംഗ് ദെയർ ബൈ ഓർഡേഴ്സ് ഹിയർ. സോ വെൻ ഐ ആം റീച്ചിങ് ഹിയർ, എന്താണ് സംഭവിക്കുന്നത്? ഐ ആം ഗെറ്റിംഗ് എ ബൈ ഓർഡേഴ്സ്. ഇവിടെ ഉള്ള ബൈ ഓർഡേഴ്സ് മുഴുവൻ ഇവിടെ മുകളിലോട്ട് വരുവാണ് അല്ലേ? സോ ഐ വിൽ ബി സെല്ലിങ് വിത്ത് എ ബെറ്റർ റേറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ബൈ ഓർഡേഴ്സ് ഇവിടെ മുഴുവനും ഡിസ്ട്രിബ്യൂഷൻ ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഫൈനലി ദെൻ ഇവഞ്ച്വലി ഐ വിൽ കം ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ വെയർ ഐ വാണ്ട് ടു റീച്ച്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിന് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം പ്രൈസ് എവിടെയെല്ലാം ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇറ്റ് വിൽ കം ബാക്ക് ടു ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ പ്രൈസ് താഴേക്ക് പോകാനാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് കയറി വരും, പ്രൈസ് മുകളിലേക്ക് പോകാനാണെങ്കിൽ പ്രൈസ് താഴേക്ക് ഇറങ്ങി വരും. ബിക്കോസ് അതല്ല അതിൻ്റെ ഈ ഒരു ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് ഒരു ഫണ്ട് മാനേജർ എന്ന് പറയാം. ഇപ്പം ഞാനൊരു ഫണ്ട് മാനേജർ ആണെങ്കിൽ ഒരു അസംഷനാണ് പറഞ്ഞത്. ഓക്കെ, ഫണ്ട് മാനേജർ അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് മാനേജർ ആണെങ്കിൽ എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഐ ഹാവ് ലാർജ് ഫണ്ട്സ്. അപ്പോൾ ഈ ലാർജ് ഫണ്ട് വെച്ചിട്ട് ഒരു സിംഗിൾ ഓപ്പറേഷനിൽ എനിക്ക് കംപ്ലീറ്റ്ലി ഇവിടെയുള്ള ഓർഡേഴ്സ് മുഴുവനും അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ വിൽ ക്രിയേറ്റ് റേഞ്ചിങ് എൻവയോൺമെൻറ്റ്, ദെൻ ഐ വിൽ ക്രിയേറ്റ് എ റാലി. റേഞ്ചിങ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് എന്താണ്? പ്രൈസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റി ഇവിടെ നടന്നുകൊണ്ടിരിക്കും. സ്ലോലി റേഞ്ചിങ് എൻവയോൺമെൻറ്റ്, ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലേ? അപ്പം ഈ
എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിൽ പോലും എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെ റേഞ്ചിങ് എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സംബഡി വിൽ ബി പ്ലേസിങ് ഓർഡേഴ്സ് ഹിയർ, സംബഡി വിൽ ബി, ഇവിടെ കുറച്ച് സെല്ലേഴ്സ് കാണും, ഇവിടെ കുറച്ച് ബയേഴ്സ് കാണും, ഇവിടെ ഓൾറെഡി സെല്ലേഴ്സ്, പിന്നെ അവരുടെ ബൈ ഓർഡേഴ്സ് ഇവിടെ കാണും, അവരുടെ സെൽ ഓർഡേഴ്സ് ഇവിടെ കാണും അല്ലേ. അപ്പോൾ നേരെ തിരിച്ചും അടുത്ത ഇവിടെ ബൈ ഓർഡറുകാരുടെ സെൽ ഓർഡർ ഇവിടെ കാണും സ്റ്റോപ്പ് ലോസ് ആയിട്ട്, അതുപോലെ തന്നെ അവരുടെ സെൽ ഓർഡേഴ്സ് ഇവിടെ കാണും ഈ ബൈ ഓർഡേഴ്സുകാരുടെ. സോ ലോട്ട് ഓഫ് ഓർഡേഴ്സ് വിൽ ബി ദെയർ. അപ്പോൾ ഈ റേഞ്ചിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും മാർക്കറ്റ് ബോത്ത് സൈഡിൽ പോകുമ്പോഴത്തേനും എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബോത്ത് സൈഡിലുള്ള ലിക്വിഡിറ്റി നമ്മൾക്ക് അവിടെ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും അവിടെ. സോ അങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഐ വിൽ ബി റണ്ണിങ് ഇൻ നെഗറ്റീവ് ഇക്വിറ്റി അല്ലേ, ആസ് എ ഫണ്ട് മാനേജർ ഐ വിൽ ബി റണ്ണിങ് ഇൻ നെഗറ്റീവ് ഇക്വിറ്റി. ബട്ട് വാട്ട് ആം ഐ ഡൂയിങ്, ഐ ആം ഹെൽപ്പിംഗ് ദ മാർക്കറ്റ്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്, ഐ ആം എൻ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അങ്ങോട്ട് വരുവാണ്. സോ ദർ വിൽ ബി ലിക്വിഡിറ്റി ഉള്ളപ്പോൾ മാർക്കറ്റിന് ഈസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്, മനസ്സിലായി. സോ മൈ പർപ്പസ്, അപ്പം ആത്യന്തികമായിട്ടുള്ള മൈ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഇവിടുത്തെ വിന്നർ, ബിക്കോസ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ടെക്നിക്ക്, അപ്പോൾ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്. വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു? നത്തിങ് വിൽ സ്റ്റോപ്പ് യു. അപ്പം ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കുക. സി, യു ആർ എ റീറ്റെയിലർ തിങ്കിങ് ഈസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ദാൻ എ ഫണ്ട് മാനേജർ. A fund manager activity, my problem is that I have huge funds. And retailer, you have only small fund, and you are thinking in a very ചെറിയ തോട്ട് പ്രോസസ്സാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വിട്ടുമാറിയിട്ട് ആക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്പറേഷനിലേക്ക് നമ്മൾ നോക്കി കാണുമ്പോഴത്തേനും അങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ മാർക്കറ്റിൻ്റെ നാരേറ്റീവ് എന്താണെന്നുള്ളത്. സോ ബേസിക്കലി ഇന്നത്തെ ലെസൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ടു സമറൈസ്, ഓക്കെ, മാർക്കറ്റിൽ ഒരു കൺസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓപ്ഷൻ ബയേഴ്സ് ഓർ എനി അസറ്റ് ക്ലാസ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ്, ഓക്കെ, അവരെ സംബന്ധിച്ച് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റബിൾ സിറ്റുവേഷൻ ക്രിയേറ്റ്, ഈവൻ നമ്മൾ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ആണെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബാങ്ക് നിഫ്റ്റിക്കകത്ത് മിനിമം 150 റുപ്പീസിൻ്റെ മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഈ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകുന്നത് ഇറ്റ് ഇസ് നോട്ട് എ റേഞ്ചിങ് എൻവയോൺമെൻറ്റ് എന്ന് മനസ്സിലാകുന്നത്. അപ്പം മോർണിംഗിലത്തെ 2-3 പ്രാവശ്യം കുറച്ച് നേരം മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് റേഞ്ചിങ് ആണോ അതോ ട്രെൻഡിങ് ആണോ ഏകദേശം നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമുക്ക് പതുക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ പതുക്കെ മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്ന്. അതാണ് ഇന്നത്തെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ലെക്ചറായിരുന്നു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ്സ് എഴുതുക. കമൻറ്റ്സാണ് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല കമൻറ്റ്സുകളാണ് എൻ്റെ ഊർജ്ജം. അപ്പം ഇനിയും കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സി യു ഇൻ അനദർ വീഡിയോ.